ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ആണല്ലേ. അപ്പോൾ ഓണമായിട്ട് ഓണപരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ഇത് പ്രീവിയസ് വീഡിയോസിൽ എന്താണ് ചെയ്തതാണ്, എന്നാലും രണ്ടും കൂടി മിക്സ് ആക്കി ഞാൻ എന്തായിരിക്കണം ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ പ്രീവിയസ് വീഡിയോ കാണാത്തവര് അതൊന്ന് കാണാട്ടോ. ഓക്കെ, അപ്പോൾ അധികമൊന്നും ഞാൻ പറയണില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഫോളോയിങ് യൂണിറ്റ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂ. നമുക്ക് രണ്ട് അല്ലേ കുറച്ച് യൂണിറ്റുകൾ തന്നിട്ടുണ്ട്, മില്ലിമീറ്റർ, നാനോമീറ്റർ, സെന്റിമീറ്റർ. അവരൊക്കെ ആരുടെ യൂണിറ്റ് ആണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ കിൻഡൽ, കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, ഇവരൊക്കെ ആരുടെ യൂണിറ്റാ? മാസിന്റെ യൂണിറ്റുകളാണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് എന്താ ചെയ്യണ്ടേ? അസെൻഡിങ് ഓർഡർ ആക്കണം. ഓക്കെ, അപ്പൊ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ചെറുതിൽ നിന്ന് വലുതിലോട്ടാക്കലാണ്. ഓക്കെ, അപ്പൊ ഇത് തന്നിരിക്കണേൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഏറ്റവും ചെറുതാരാണ്? നാനോമീറ്റർ ആണ്. ഓക്കെ, ആരാ? നാനോമീറ്റർ. നാനോമീറ്റർ കഴിഞ്ഞിട്ട് ചെറുതാരാ അതില്? നാനോമീറ്റർ കഴിഞ്ഞിട്ട് സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ? മില്ലിമീറ്റർ ആണ് അല്ലേ, മില്ലിമീറ്റർ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ആരാണ്? സെന്റിമീറ്റർ ആണ്. കാരണം സെന്റിമീറ്റർ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ അല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ബി ക്വസ്റ്റിൽ ഏറ്റവും ചെറുതാരാണ്? ഗ്രാം ആണോ, മില്ലിഗ്രാം ആണോ, കിലോഗ്രാം ആണോ, കിൻഡലാണോ? ആരാ? മില്ലിഗ്രാം ആണ് അല്ലേ. ഏറ്റവും ചെറുതാരാ? മില്ലിഗ്രാം. മില്ലിഗ്രാം കഴിഞ്ഞിട്ട് ചെറുതാരാ ഇതില്? ഗ്രാം ആണ്. ഗ്രാം കഴിഞ്ഞിട്ടോ കിലോഗ്രാം. ഓക്കെ, ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് എന്ത്? അസെൻഡിങ് ഓർഡർ ഇട്ട് അത് മറക്കരുതേ. മാറി ഇത് വെക്കരുത്. ചെറുതിൽ നിന്ന് വലുതിലോട്ട് അസെൻഡിങ്ങും വലുതിൽ നിന്ന് ചെറുതിലോട്ട് ഡിസെൻഡിങ്ങുമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ മാംഗോ falling from a mango tree are the same. എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെന്റും. ഓക്കെ, ആരുടെയാ? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ആരുടെയാണ്? മാംഗോയുടെ കേട്ടാ. ഓക്കെ, മാംഗോ ഫാളിങ് ഫ്രം ട്രീ. മാങ്ങ മറ്റൊന്ന് വീക്കുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആണെന്നാണ് പറയണേ. ആണോ? ഒന്ന് നോക്കിയാലോ. ഓക്കെ, ഇതാണ് മാങ്ങ മരം എന്ന് വിചാരിക്കുക. ഇതാണ് മാങ്ങ കേട്ടാ. ഓക്കെ, മാങ്ങ താഴത്തോട്ട് വീകുമ്പോൾ ഒരു 5 മീറ്റർ ആണ് വീണേന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? 5 മീറ്റർ ആണ്. അപ്പൊ ഡിസ്റ്റൻസ് 5 മീറ്ററും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും 5 മീറ്റർ തന്നെയാണ്. അതെങ്ങനെയാ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയത്? കാരണം ഇവരെന്താ? സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആവുമ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് സംഭവിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് നോക്കിയാലോ എന്താണെന്ന്. ഒബ്ജക്ട് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് വിൽ ഹാവ് യൂണിഫോം വെലോസിറ്റി ടു. എന്ന് വെച്ചാൽ എന്താ? യൂണിഫോം സ്പീഡിൽ പോണ ഒബ്ജക്റ്റിന് യൂണിഫോം വെലോസിറ്റി ഉണ്ടാവും എന്നാണ് പറയണത്. ശരിയാണോ അത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയാണോ? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി വെലോസിറ്റി എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്പീഡ് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആവോ? കാരണം ഇവിടെ എന്താ? ആവൂല. കാരണം എന്താ? അവിടെ ഡിസ്റ്റൻസ് ആണ്, അവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലേ രണ്ടുപേരും സെയിം ആയാനെ. പക്ഷെ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്തല്ല? രണ്ടുപേരും സെയിം അല്ല. ഓക്കെ, അപ്പൊ ഇതെന്താ? തെറ്റാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് വേർഡ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് വേർഡ് പെയർ. എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന വേർഡ് പെയറിന്റെ റിലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ലെങ്ത് ഈസ് ഈക്വൽ ടു മീറ്റർ എന്നുള്ള അതിന്റെ റിലേഷൻ എന്താ? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്?
മീറ്റർ. ഓക്കെ, അപ്പൊ ടൈമിന്റെ യൂണിറ്റ് ആയിരിക്കണം നമ്മളിവിടെ എഴുതേണ്ടത്. മനസ്സിലായ? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. അപ്പൊ ടൈമിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ടൈമിന്റെ യൂണിറ്റ് എന്താ അറിയാലേ? നമുക്കറിയാം എന്താണ്? സെക്കൻഡ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, നമുക്ക് തന്നിരിക്കണേല് ഓഡ് വൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അതിന്റെ കാരണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. ഈ സാധനം വെറുതെ കളയരുത്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നുള്ള സാധനം വെറുതെ തന്നേക്കണമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതിന്റെ കാരണം ഏതാണ് പറഞ്ഞേക്കണേ. നമുക്കിവിടെ തന്നിരിക്കുന്നത് ആരൊക്കെയാ? മീറ്റർ, ലൈറ്റ് ഇയർ, സെക്കൻഡ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമുക്ക് തന്നിരിക്കുന്നതൊക്കെ യൂണിറ്റുകളാന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എന്തിന്റെ യൂണിറ്റുകളാന്ന് കൂടി നോക്കാം. മീറ്റർ എന്തിന്റെ യൂണിറ്റാ? ലെങ്ത്തിന്റെ ആണ്. ലൈറ്റ് ഇയറോ ലെങ്ത്തിന്റെ തന്നെയാണ്. സെക്കൻഡ് ടൈമിന്റെ ആണ്. ഓക്കെ, ആസ്ട്രോണമിക്കൽ യൂണിറ്റും ലെങ്ത്തിന്റെ ആണ്. ഓക്കെ, ഇവര് മൂന്ന് പേരും ലെങ്ത്തിന്റെ വേറെ വേറെ യൂണിറ്റ്സുകളാണ്. ഇവിടെ ടൈമിന്റെ യൂണിറ്റ് ആയിട്ട് ആകാരം മാത്രമേ ഉള്ളൂ, സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട് വൺ ആരായിരിക്കും? സെക്കൻഡ് ആണ്. ഓക്കെ, അതിന്റെ കാരണം എന്താ? കാരണം ചോദിച്ചാൽ എന്ത് പറയണം? ബാക്കിയുള്ള മൂന്ന് പേരും ടൈമിന്റെ യൂണിറ്റുകളാണ്, സെക്കൻഡ് മാത്രം ആരുടെ യൂണിറ്റ് ആണ്? സോറി, ബാക്കിയുള്ള മൂന്ന് പേരും എന്തിന്റെ യൂണിറ്റാ? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് മാത്രം ആരുടെ യൂണിറ്റ് ആണ്? ടൈമിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വെലോസിറ്റി ഓഫ് എ കാർ സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു ആൻഡ് ഉണ്ട് കേട്ടോ മക്കളെ. ഇവിടെ ഒരു ആൻഡ് ഉണ്ട്. ആൻഡ് റീച്ചസ് 24 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്. ഒരു കാറ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, വെലോസിറ്റി ആണ്ടാ പറയണേ. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് വെലോസിറ്റി എത്ര എത്തി? 24 മീറ്റർ പെർ സെക്കൻഡ് എത്തി. എത്ര സെക്കൻഡിലാ? 4 സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 24 മീറ്റർ പെർ സെക്കൻഡ് എത്തി. ഓക്കെ, ലോജിക്ക് മനസ്സിലായില്ലേ? ഒരു കാർ എന്താ ചെയ്യണേ? ഓക്കെ, റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇത് സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. ഓക്കെ, 4 സെക്കൻഡിൽ എത്ര വരെ എത്തി? ഫൈനൽ 24 മീറ്റർ പെർ സെക്കൻഡ് വരെ എത്തി. ഓക്കെ, അത് ഓക്കെ അല്ലേ? ഒരു കാറ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിയപ്പോൾ എത്രയാണ്? 24 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ വെലോസിറ്റി ഇപ്പൊ കറന്റ് ട്ടാ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദ ഫൈനൽ വെലോസിറ്റി? ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്നും ഫൈനൽ വെലോസിറ്റി എന്താന്നാ ചോദിച്ചേക്കണേ. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റിന് തുടക്കത്തിൽ ഉണ്ടാവണ വെലോസിറ്റി ആണ് എന്ത്? ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഒരു ഒബ്ജക്റ്റിന് തുടക്കത്തിൽ ഉണ്ടാവണ വെലോസിറ്റി എന്താ മക്കളെ? ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ഇവിടെ കാറ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി എത്രയായിരുന്നു? അതിന്റെ കാറിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? 0 അല്ലെ? റെസ്റ്റിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ അവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഫൈനൽ വെലോസിറ്റി എന്താന്നാ ചോദിക്കുന്നത്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 24 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള വെലോസിറ്റി എത്രയാ? 0 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ആണ് എഴുതണേ. അത് കഴിഞ്ഞ് ഫൈനൽ വെലോസിറ്റി എന്താ പറയാ? വി എന്നാണ് പറയാ. എത്രയാണ്? 24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അതെങ്ങനെയാ വന്നത് മനസ്സിലായില്ലേ? ഇനി അടുത്തത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ഇറ്റ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ആ കാറിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? നമുക്ക് യു അറിയാം, വി അറിയാം, ടി അറിയാം. ടി എത്രയാണ്? ടി എന്ന് പറഞ്ഞാൽ ടൈം കേട്ടോ. ടൈം എത്രയാണ്? 4 സെക്കൻഡ് ആണ്. ഓക്കെ, 4 സെക്കൻഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എത്രയായിരിക്കും? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വി മൈനസ് യു ബൈ ടി. ഓക്കെ, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ് എന്ത്? ആക്സിലറേഷൻ. ഓക്കെ, നമുക്ക് വി അറിയാം, യു അറിയാം, ടി അറിയാം. ഒന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? എ ഇസ് ഈക്വൽ ടു വി എത്രയാണ്? 24 ആണ്. ഓക്കെ, മൈനസ് യു എത്രയാ? u0 ബൈ ടി. ടി എത്രയാണ്? 4 ട്ടാ. ഓക്കെ, അപ്പൊ 4 ആവുമ്പോ 24 ബൈ 4 വരും. കാരണം ഈ 0 പോവില്ലേ? -0 ആവശ്യമുണ്ടാ? ഇല്ല. 24 ബൈ 4 എത്ര വരും? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ട്ടാ. ഈ യൂണിറ്റ് ചെയ്താൽ മറന്നു കഴിഞ്ഞാൽ ടീച്ചർ എന്തായാലും മാർക്ക് തരില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ടാബുലേറ്റ് ദ ഫോളോയിങ്
following motion into those with uniform velocity and those with non-uniform velocity. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന മോഷൻസിന് എന്ത് ചെയ്യണം? നമ്മ യൂണിഫോം വെലോസിറ്റി ആക്കണം, നോൺ യൂണിഫോം വെലോസിറ്റി ആക്കണം. സിമ്പിൾ അല്ലേ? നമുക്ക് 3 മോഷൻസ് തന്നിട്ടുണ്ട്, അതിന് നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞേ? യൂണിഫോമും നോൺ യൂണിഫോം. അപ്പൊ ഇത് നോക്കാം. ഒന്നാമത്തെ എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്പ്. ഓക്കെ, അപ്പൊ ഇനി അതിനു മുമ്പേ ഒരു സംഭവം പറഞ്ഞുതരാ. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നുമില്ലടാ മക്കളെ, തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? യൂണിഫോം വെലോസിറ്റി. അപ്പൊ ഒരു ഒബ്ജക്റ്റ് അനങ്ങാൻ തുടങ്ങണ തൊട്ട് അവസാനം വരെ അതിന്റെ വെലോസിറ്റി സെയിം ആണെന്നുണ്ടെങ്കിൽ എന്താ? അതിന് നമ്മൾ എന്ത് പറയും? യൂണിഫോം വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി അല്ല അത് മറിച്ച് മാറണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്പ്, ഒരു കല്ല് നമ്മൾ എന്താണ് വെർട്ടിക്കലി എറിയണം, അത് യൂണിഫോം ആയിരിക്കോ നോൺ യൂണിഫോം ആയിരിക്കോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ വെലോസിറ്റി തുടക്കം തൊട്ട് അവസാനം വരെ സെയിം ആയിരിക്കോ? അല്ല അല്ലേ, ഒരിക്കലും അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ. ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം. ഓക്കെ, വാക്വത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് യൂണിഫോം ആയിരിക്കോ നോൺ യൂണിഫോം ആയിരിക്കോ എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. കാരണം എപ്പോഴെങ്കിലും ലൈറ്റിന്റെ സ്പീഡ് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല അല്ലെ. ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഉണ്ടാവും, പക്ഷെ ഇവിടെ വാക്വത്തിലാണ് പോണേ, അപ്പൊ നമുക്ക് മീഡിയം ഉണ്ടാ? മീഡിയം ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും കേട്ടോ. അടുത്തത് മോഷൻ ഓഫ് എ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്. ഓക്കെ, ഇതിന്റെ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും നോൺ യൂണിഫോം ആയിരിക്കും? ഇത് നോൺ യൂണിഫോം ആണ്. ഓക്കെ, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ആണ്, പക്ഷെ ഇതിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. സർക്കുലർ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ മാറുമ്പോൾ എന്താവും? ഡിസ്പ്ലേസ്മെന്റ് മാറും. ഡിസ്പ്ലേസ്മെന്റ് മാറിയാലോ വെലോസിറ്റി മാറും. കാരണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അറിയാലാ? അതറിയാലാ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മാറും ഡയറക്ഷൻ മാറി കഴിഞ്ഞാൽ. അപ്പൊ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ വെലോസിറ്റി മാറും. അപ്പൊ എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. ഓക്കെ അല്ലേ അത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പിക്ക് ഔട്ട് ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് യൂണിറ്റ് ഫ്രം ദ ഫോളോവിങ് ഡാറ്റ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കറക്റ്റ് റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഓക്കെ, ഡാറ്റ എന്താ? ഈ ഓപ്ഷൻസ് ആണ് ഡാറ്റ ഉദ്ദേശിക്കണേ, വേറെ ഒന്നുമല്ല, ഈ ഓപ്ഷൻസ് ആണ്. അപ്പൊ ഈ ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ കറക്റ്റ് ആണോ അല്ലേന്ന് എങ്ങനെ നോക്കാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ ലാസ്റ്റ് നമുക്ക് ഒരു റൂൾസ് പഠിക്കാനുണ്ട്, ഒരു 10 റൂൾസ് പഠിക്കാനുണ്ട്. ആ 10 റൂൾസ് ബ്രേക്ക് ചെയ്യാണ്ട് ഉള്ള യൂണിറ്റ് റെപ്രസെന്റേഷൻ ആണ് നമുക്ക് കറക്റ്റ് ആണോ അല്ലേ നോക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അത് നമുക്ക് തന്നിരിക്കുന്ന റൂൾസ് ബ്രേക്ക് ചെയ്യാതെ ഇവിടെ എഴുതിയേക്കുന്നത് ആരാണോ അവരായിരിക്കും കറക്റ്റ്. അപ്പൊ ആദ്യത്തെ നോക്കാം. ആദ്യത്തത് എന്താ? 37.65 മീറ്റർ ആണ്. ഓക്കെ, 37.65 മീറ്റർ. ഇവിടെ വല്ല മിസ്റ്റേക്ക് ഉണ്ടാ? വല്ല റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ? ഇല്ലല്ല. അപ്പൊ ഇതെന്താ? കറക്റ്റ് ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. 37 മീറ്റർ 65 സെന്റിമീറ്റർ. അങ്ങനെ ആരെങ്കിലും പറയോ? 37 മീറ്ററും 65 സെന്റിമീറ്ററും അങ്ങനെ പറയോ? ഇല്ല അല്ലെ. മീറ്ററും സെന്റിമീറ്ററും എന്ത് ചെയ്യില്ല? ഒരുമിച്ച് വരൂല. ഓക്കെ, മീറ്റർ സെന്റിമീറ്റർ ഒരുമിച്ച് വരൂല. അങ്ങനെ വരാൻ പാടില്ല. വരൂല എന്നല്ല, വരാൻ പാടില്ല. അപ്പൊ എന്താണ്? തെറ്റാണ്. ഇനി അടുത്തത് പാസ്കൽ. ഓക്കെ, 10 പാസ്കൽ. ഇവിടെ വല്ല വ്യത്യാസം ഉണ്ടാ? ഓക്കെ, വല്ല റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാ? ഇല്ലല്ല, അത് കറക്റ്റ് ആണ്. വേണമെങ്കിൽ പറയാറുണ്ട് ഇത് എന്തുകൊണ്ട് ക്യാപിറ്റൽ ഇട്ടത്? എന്തുകൊണ്ടാ ക്യാപിറ്റൽ ഇട്ട്? എന്നാലോചിക്കേ. പാസ്കലിനുള്ളത് എന്താ? ഒരാളുടെ പേരാണ്. അപ്പൊ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഇടണം. അങ്ങനെ റൂൾ ഉണ്ട്. ഓക്കെ, ഇവിടെ കിലോഗ്രാം. ഓക്കെ, ഇത് പേരാണോ? അല്ല, അത് ക്യാപിറ്റൽ ഇടാൻ പാടുന്നുണ്ടാ? ഇല്ല, പാടില്ല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് റെപ്രസെന്റേഷൻ ആരൊക്കെയാ? 37.65 മീറ്ററും 10 പാസ്കൽ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. ഓ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്ത്? ഫണ്ടമെന്റൽ യൂണിറ്റ് ടൈം. അതിന്റെ യൂണിറ്റ് എന്താ? ഫണ്ടമെന്റൽ യൂണിറ്റ് ആയ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്.
അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാണ് വാട്ട് ഈസ് എ സോളാർ ഡേ, എന്താണ് ഒരു സോളാർ ഡേ? നമുക്കറിയാം എന്ത്, the time period between one noon to another. ഓക്കെ, ഇപ്പൊ ഇന്ന് ഉച്ചയാണെന്നുണ്ടെങ്കിൽ നാളെ ഉച്ച വരെയുള്ള സമയമാണ് എന്ത്, ഒരു സോളാർ ഡേ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഉച്ച തൊട്ട് നാളെ ഉച്ച വരെയുള്ള സമയമാണ് എന്ത്, സോളാർ ഡേ. ഓക്കെ, അത്രേ ഉള്ളൂ. the time period between 1 noon to another. ഇതാണ് എന്ത്, ഒരു സോളാർ ഡേ ട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി സെക്കൻഡ്സ് മേക്ക് എ സോളാർ ഡേ, എത്ര സെക്കൻഡ് ആണ് ഒരു സോളാർ ഡേ എന്ന് ചോദിച്ചേക്കണേ. എത്ര സെക്കൻഡ് ആണ് ഒരു സോളാർ ഡേ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ, എത്രയാണ്? 86,400. ഓക്കെ, 86,400 സെക്കൻഡ് ആണ് എന്ത്, ഒരു സോളാർ ഡേ ട്ടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി എന്താ മക്കളെ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒബ്ജക്റ്റിനെ മാസ് പെർ യൂണിറ്റ് വോളിയം ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണെന്ത്, അതിന്റെ ഡെൻസിറ്റി. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് വെച്ച് ഒരു യൂണിറ്റ് വോളിയം വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്താവും, അതിന്റെ ഡെൻസിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഒരു ഒബ്ജക്റ്റിന്റെ മാസിനെ യൂണിറ്റ് വോളിയം വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, അതിന്റെ ഡെൻസിറ്റി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് പെട്രോൾ, ഡീസൽ എക്സിട്ര, പെട്രോളും ഡീസലും അങ്ങനത്തെ ഇപ്പൊ മണ്ണെണ്ണ ഉണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ എന്താണ്, catches fire, one should never try to extinguish it using water. Why? ഓക്കെ, ഇപ്പൊ തീ പിടിച്ചാൽ നമ്മുടെ അടുത്ത് പറയുന്നത്, പെട്രോളൊക്കെ ഉപയോഗിച്ച് തീ വരികയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കിടത്തരുതെന്ന് പറയും. എന്താ കാരണം? അതെന്ന് വെച്ചാലേ പെട്രോളിന് എന്താണ്, ഡെൻസിറ്റി കുറവാണ്, വെള്ളത്തിനേക്കാൾ എന്നാ ഡെൻസിറ്റി കുറവാണ്, വാട്ടറിന് ഡെൻസിറ്റി കൂടുതൽ. ഓക്കെ, അപ്പൊ ഈ പെട്രോളിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്താ, ഡെൻസിറ്റി കൂടുതലുള്ള സാധനം വാട്ടറാണ്. അപ്പൊ ഡെൻസിറ്റി കൂടുതലുള്ള അടിയിലോട്ട് പോകും, ഡെൻസിറ്റി കുറഞ്ഞ ആള് പെട്രോൾ എന്ത് ചെയ്യും, മേലിലോട്ട് വരും. അപ്പൊ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അടിയിലുള്ള പെട്രോൾ കൂടി എന്ത് ചെയ്യും, മേലോട്ട് വരും. ഓക്കെ, അടിയിലുള്ള പെട്രോൾ മേലോട്ട് വരും. അപ്പൊ ഈ പെട്രോളൊക്കെ എന്താണ്, അടിയിലുള്ളതും മേലെയുള്ളതും എല്ലാം കൂടി ഒരുമിച്ച് കത്തും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് എന്ന് പറയണത്, അതുകൊണ്ടാണ് എന്ത് പറയണേ, തീ പിടിക്കുമ്പോൾ എന്ത് ചെയ്യരുത്, പെട്രോളൊക്കെ ഉപയോഗിച്ച് തീ വരുമ്പോ എന്ത് ചെയ്യരുത്, നമ്മ വെള്ളം ഒഴിക്കരുത് പറയണം. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് എന്തായാലും വരും എക്സാമിന് കേട്ടാ, എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ ഒബ്സർവ് ദ ഫിഗർ ഓഫ് ദ പാത്ത് ടേക്കൺ ബൈ എ പേഴ്സൺ ആസ് ഹി മൂവ്സ് ഫ്രം എ ടു സി ത്രൂ ബി. ഓക്കെ, ഒരാളുടെ പാത്ത് തന്നിട്ടുണ്ട്, അയാൾ എങ്ങനെയാ മൂവ് ചെയ്യണേ, എയിൽ നിന്ന് സിയിലോട്ടാണ് മൂവ് ചെയ്യണേ അല്ലെ, എ ടു സി ത്രൂ ബി, എയിൽ നിന്ന് സിയിലോട്ട് മൂവ് ചെയ്യണം. ഇയാൾക്ക് വേണമെങ്കിൽ നേരെ പോവാറുണ്ട്, പക്ഷെ അയാൾ ഇതിലൂടെ പോയത് ത്രൂ ബി, ബിയിലൂടെ എന്ത് ചെയ്ത് അയാള് സിയിലോട്ട് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്പീഡ്, വെലോസിറ്റി, പിന്നെ എന്താ ഡിസ്പ്ലേസ്മെന്റ് ഇഫ് ഹി റിട്ടേൺസ് ബാക്ക് ടു എ. ഓക്കെ, ബാക്ക് ടു എ. ഓക്കെ, ബാക്ക് ടു എ ഉണ്ട്. ഇയാളെ എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ബിയിൽ നിന്ന് സിയിലോട്ട് പോയി, സിയിൽ നിന്ന് ബാക്ക് ടു എ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതൊക്കെ അല്ലേ? അപ്പൊ ഇനി നോക്കിയാലോ നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ഇറ്റ് സ്പീഡ്. ഓക്കെ, സ്പീഡ് എന്താ നോക്കാൻ പറ്റും. സ്പീഡ് ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ എന്ത്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, എയിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എയിൽ നിന്ന് സി വരെയുള്ള 20, എയിൽ നിന്ന് ബി വരെ 20 എടുത്ത ആള് ബിയിൽ നിന്ന് സി വരെ എത്ര എടുത്ത്, 60 എടുത്ത്. ഓക്കെ, അപ്പൊ മൊത്തം ആൾ എത്ര സഞ്ചരിച്ച്, 20 +
60 എത്രയാ 80 മീറ്റർ ആണ് സഞ്ചരിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ 80 ബൈ ടൈം എത്രയാ? എയിൽ നിന്ന് ബിയിലോട്ട് എത്താൻ 4 സെക്കൻഡ്, ബിയിൽ നിന്ന് സിയിലോട്ട് എത്താനോ 6 സെക്കൻഡ്. അപ്പൊ മൊത്തം എത്ര സെക്കൻഡ് ആയി? 10 സെക്കൻഡ് കേട്ടോ. ഓക്കെ, ഈ 0 ഞാൻ വെട്ടിക്കളയാണ്. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് അയാളുടെ സ്പീഡ്. എയിൽ നിന്ന് സിയിലോട്ട് എത്തുമ്പോൾ അയാളുടെ സ്പീഡ് എത്രയാ? 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് എന്താ? വെലോസിറ്റി ട്ടാ. ഓക്കെ, അപ്പൊ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആദ്യം നമ്മൾ ആദ്യ ഇക്വേഷൻ എഴുതി വെക്കുക. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, എയിൽ നിന്ന് സി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഡിസ്റ്റൻസ് നമുക്കറിയാം, ഇതാണല്ലേ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്താ? എയിൽ നിന്ന് സി വരെയുള്ള ഏറ്റവും ചെറിയ ദൂരം. അതെപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ വരെയുള്ള ഏറ്റവും ചെറിയ ദൂരമാണ്. അതെപ്പോഴും എന്തായിരിക്കും? നേരെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഏറ്റവും ചെറിയ ദൂരം, നേരെയുള്ള ദൂരം എന്താ? ഈ 70 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 70 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ടൈം എടുക്കുമ്പോൾ ഇവിടെ ടൈം തന്നിട്ടുണ്ടെങ്കിൽ എയിൽ നിന്ന് സിയിലോട്ട് ഡയറക്റ്റ് എത്താനുള്ള ടൈം വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കരുത് കേട്ടാ. നമുക്ക് എങ്ങനെയാ ടൈം എടുക്കണ്ടേ? ഇങ്ങനെയാണ് അയാൾ പോയതെങ്കിൽ പോയ റൂട്ടിലുള്ള ടൈമാണ് എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 + 6 എത്രയാ? 10 സെക്കൻഡ് കേട്ടാ. ഓക്കെ, അപ്പൊ എത്ര വരും? 0 കട്ട് ചെയ്ത് പോകുമ്പോൾ 7 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് അയാളുടെ വെലോസിറ്റി. അതൊക്കെ അല്ലേ? അതൊക്കെയാണ്. ഇനി ഫൈൻഡ് ഔട്ട് ഹിസ് ഡിസ്പ്ലേസ്മെന്റ് ഇഫ് ഹി റിട്ടേൺസ് ടു എ. എയിൽ നിന്ന് പോയിട്ട് തിരിച്ച് എയിലോട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. എയിൽ നിന്ന് പോയിട്ട് തിരിച്ച് എയിലോട്ട് വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്? 0 ആയിരിക്കും. ഓക്കെ, അതിൽ യാതൊരു സംശയം വേണ്ട. ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് അതേ സ്ഥലത്ത് തിരിച്ചു വന്നാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ? A train travels with a velocity of 20 meter per second. ഒരു ട്രെയിൻ എന്താ ട്രാവൽ ചെയ്യണം. വെലോസിറ്റി എത്രയാണ് അവിടുത്തെ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ വെലോസിറ്റി ട്ടാ. ആൻഡ് കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ 5 സെക്കൻഡ്. ഫൈൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ. ഓക്കെ, ഒരു ട്രെയിൻ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? റെസ്റ്റിലോട്ട് വരാണ്. 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? റെസ്റ്റിലോട്ട് വരാണ്. ഓക്കെ, ഫൈൻഡ് ഇറ്റ് ആക്സിലറേഷൻ. ഓക്കെ, ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ആക്സിലറേഷൻ ആണോ റിട്ടാർഡേഷൻ ആണോ ഇവിടെ സംഭവിക്കണേ? റിട്ടാർഡേഷൻ ആണല്ലേ. ഓക്കെ, ഇവിടെ വെലോസിറ്റി എന്താണ്? കുറയാണ്. വെലോസിറ്റി കുറയാൻ എന്താ പറയാ? റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ആരും സംശയിക്കൊന്നും വേണ്ട, വലിയ വ്യത്യാസമൊന്നുമില്ല. ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് വാല്യൂ കൊടുത്താൽ മതി. മൈനസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് വാല്യൂ കൊടുക്കുക. ഓക്കെ, മൈനസ് വരും എന്തായാലും, ഇല്ലെങ്കിൽ കൊടുക്കുക. A is equal to v minus u by t ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? A is equal to v minus u by t. ഓക്കെ, ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി എന്താ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. തുടക്കത്തിലുള്ള വെലോസിറ്റി എന്താ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി, അവസാനമുള്ള വെലോസിറ്റി എന്താ? കാരണം എന്താ? റെസ്റ്റിലോട്ട് വന്നു. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? റെസ്റ്റിലോട്ട് വന്നെന്ന് പറയുമ്പോൾ അതവിടെ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. നിൽക്കുമ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്താ? 0. ഓക്കെ, അങ്ങനെ 0 ആണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ആണ് ചോദിക്കണേ. ടൈം തന്നിട്ടുണ്ട് 5 സെക്കൻഡ് കേട്ടാ. ഓക്കെ, ഇനി ഇതിലൊന്നും കൊടുത്ത് A is equal to v എത്രയാണ്? v എത്രയാ? 0. ഓക്കെ, മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ബൈ ടൈം 5. ഓക്കെ, അപ്പൊ A is equal to മൈനസ് 20 ബൈ 5 വരും. മൈനസ് 20 ബൈ 5 വരുമ്പോൾ A is equal to -4 വരും. ഓക്കെ, അപ്പൊ ഈ -4 എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ മൈനസ് വരുമെന്ന്? ഞാൻ പറഞ്ഞില്ലേ. കാരണം എന്താ? ഇവിടെ എന്താ സംഭവിക്കണേ? വെലോസിറ്റി എന്താ ചെയ്യണേ? കുറയാണ് ചെയ്യണേ. അപ്പൊ എന്ത് ചെയ്യും? ആക്സിലറേഷന് ഒരു മൈനസ് സൈൻ വരും. ഇനി മൈനസ് സൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. എന്തായാലും വരും. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഓണത്തിന് എന്ത് ചെയ്യുക? നന്നായിട്ടൊക്കെ പഠിച്ചെഴുതാ കേട്ടോ.
എല്ലാവർക്കും എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്.